യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 6. യേശയ്യായുടെ ദൗത്യം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക. ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവെ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ. കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ. അതിൽ 1% അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻറ്റൈൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും. ദൈവജനമേ, യൂദയായിലെ പ്രതാപശാലിയായ ഉസിയ രാജാവ് അന്തരിച്ച വർഷമാണ് 6-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നത്. രാഷ്ട്രീയമായി വലിയൊരു അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭീഷണി ഒരു വശത്തും ആത്മീയമായ അപചയം മറുവശത്തും ജനത്തെ വരച്ചിരുന്നു. രാജാവിൻ്റെ മരണം ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉളവാക്കി. ഈ സാഹചര്യത്തിലാണ് യേശയ്യാ ദൈവത്തിൻ്റെ മഹത്വം ആയത്തിൽ ദർശിക്കുന്നത്. ലൗകിക സിംഹാസനങ്ങൾ ഒഴിഞ്ഞാലും സ്വർഗീയ സിംഹാസനം എന്നും സുരക്ഷിതമാണെന്ന് ഈ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ അപാരമായ പരിശുദ്ധിയും പ്രവാചക വിളിയുമാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന സെറാഫുകളുടെ ഗീതം ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ വിളിച്ചോതുന്നു. പാപിയായ മനുഷ്യന് ദൈവസാന്നിധ്യത്തിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവാണ്
ഇവിടെ പ്രധാനം. ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണമാണ് ഈ അധ്യായം നൽകുന്ന പ്രവചനം. ജനത്തിൻ്റെ ഹൃദയം കഠിനമാകുമെങ്കിലും ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന സന്ദേശം ഇതിലുണ്ട്. ദൈവവിളിയുടെ കാതൽ ഈ വിനീത സമർപ്പണമാണ്. യേശയ്യായുടെ കാലഘട്ടത്തിൽ ഈ ദർശനം വലിയ പ്രസക്തിയുള്ളതായിരുന്നു. രാജാവായ ആഹാസ് ദൈവത്തിൽ ആശ്രയിക്കാതെ അസീറിയയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ പ്രവാചകൻ ഈ ദർശനത്തിൻ്റെ കരുത്തിലാണ് സംസാരിച്ചത്. ജനം ദൈവവചനം കേൾക്കാൻ വിസമ്മതിക്കുമെന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ അന്ന് നിറവേറി. ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് നയിച്ച ആത്മീയ അന്ധതയുടെ തുടക്കം ഇവിടെ വിവരിക്കുന്നുണ്ട്. എങ്കിലും ശേഷിക്കുന്ന ഒരു വിശുദ്ധ ബീജം ഉണ്ടാകുമെന്ന വാഗ്ദാനം ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് പ്രത്യാശ നൽകി. ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾക്കിടയിലും ദൈവം തൻ്റെ ദർശനം പ്രവാചകരിലൂടെ നിലനിർത്തി. യേശയ്യായുടെ സ്വഭാവത്തിലെ വിനയവും ധീരതയും ഇവിടെ പ്രകടമാണ്. ദൈവമഹത്വത്തിന് മുൻപിൽ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു എന്ന് വിലപിക്കുന്ന ഒരു മനുഷ്യനെ നാം കാണുന്നു. സ്വന്തം പാപാവസ്ഥ തിരിച്ചറിഞ്ഞ ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വഴിയൊരുക്കിയത്. ഞാനിതാ, എന്നെ അയച്ചാലും എന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആ സന്നദ്ധ മനോഭാവം വലിയ മാതൃകയാണ്. ഭാവിയെക്കുറിച്ചുള്ള കഠിനമായ സന്ദേശങ്ങൾ നൽകാൻ അദ്ദേഹം കാണിച്ച ആത്മധൈര്യം അത്ഭുതകരമാണ്. ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ ഇത്രമേൽ ധീരമായ ഒരു സമർപ്പണം സാധ്യമാകൂ. ഈ പാഠഭാഗം ഇന്നത്തെ വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു പാഠം പശ്ചാത്താപത്തിൻ്റെ പ്രാധാന്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ കുറവുകൾ നമുക്കും ബോധ്യപ്പെടുകയുള്ളൂ. ബലിപീഠത്തിലെ കനൽ പ്രവാചകൻ്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചതുപോലെ വിശുദ്ധ കുർബാന നമ്മെ വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ വിളി കേൾക്കാനുള്ള ആത്മീയ കാതുകൾ നാം തുറന്നു പിടിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ തളരാതെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ നാമും യേശയ്യായെ പോലെ പഠിക്കണം. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ മാത്രമേ ദൈവദാസരായി ജീവിക്കാൻ നമുക്കും സാധിക്കൂ. ആധുനിക ലോകത്തിലെ മൂല്യച്യുതികൾക്കിടയിൽ ഈ അധ്യായത്തിന് വലിയ പ്രസക്തിയുണ്ട്. സത്യവും നീതിയും മറച്ചു പിടിക്കുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ പ്രവാചക ശബ്ദം അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയുടെയും അധികാരമോഹത്തിൻ്റെയും മടുപ്പിൽ കഴിയുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധി ഒരു വെല്ലുവിളി തന്നെയാണ്. കേട്ടിട്ടും ഗ്രഹിക്കാത്ത, കണ്ടിട്ടും തിരിച്ചറിയാത്ത ഇന്നത്തെ തലമുറയോട് യേശയ്യ ഇന്നും സംസാരിക്കുന്നു. ലൗകികമായ സുരക്ഷിതത്വങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പലപ്പോഴും നാം ദൈവത്തിലേക്ക് തിരിയാറുള്ളൂ. ശരിയല്ലേ? ലോകത്തിൻ്റെ നൈമിഷികതയേക്കാൾ ദൈവത്തിൻ്റെ നിത്യതയെ സ്നേഹിക്കാൻ ഈ വചനം നമ്മെ വിളിക്കുന്നു. പ്രിയ ദൈവജനമേ, പിതാവായ ദൈവത്തിൻ്റെ നീതിപൂർവമായ ന്യായവിധിയെക്കുറിച്ച് ഈ അധ്യായം വളരെ ഗൗരവമായി നമുക്ക് ഓരോരുത്തർക്കും മുന്നറിയിപ്പ് നൽകുന്നു. മനസ്സ് കഠിനമാക്കുന്നവർക്ക് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. പട്ടണങ്ങൾ ശൂന്യമാകുമെന്നും ദേശം പാഴാകും എന്നുമുള്ള വചനം പാപത്തിൻ്റെ ഭീകരതയെ കാണിക്കുന്നു. ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ആത്മീയ അന്ധതയാണ് ഏറ്റവും വലിയ ശിക്ഷ. അനീതിക്കെതിരായ ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ഈ ന്യായവിധി പരിവർത്തനത്തിനുള്ള ഒരു അവസരം കൂടിയാണ്. ശിക്ഷാവിധികൾക്കിടയിലും പ്രത്യാശയുടെ ഒരു കിരണമായി വിശുദ്ധ ബീജം എന്ന വാഗ്ദാനം ഇവിടെയുണ്ട്. എല്ലാം നശിച്ചാലും ശേഷിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിലൂടെ ദൈവം തൻ്റെ കൃപ പുനഃസ്ഥാപിക്കും. ഓക്കുമരവും തേന്മരവും വെട്ടിയിട്ടാലും അതിൻ്റെ തായ്തടി നിലനിൽക്കുന്നത് പോലെ ഇസ്രായേൽ നിലനിൽക്കും. ദൈവത്തിൻ്റെ കരുണ പാപിയായ പ്രവാചകനെ തേടിയെത്തിയതുപോലെ നമ്മെയും തേടിവരും. നാശത്തിൻ്റെ വിനാശങ്ങൾക്കിടയിലും ദൈവം തൻ്റെ വിശ്വസ്തരെ കാത്തു സൂക്ഷിക്കുമെന്ന വാഗ്ദാനം വലിയ ആശ്വാസമാണ്. ഈ പ്രത്യാശയിലാണ് കത്തോലിക്കാ സഭ തൻ്റെ വിശ്വാസം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ ദർശനം നമ്മെ ഉത്തേജിപ്പിക്കുന്നു. സിംഹാസനസ്ഥനായ കർത്താവിനെ മുഖാമുഖം കാണുന്ന ആ മഹാദിനത്തെക്കുറിച്ച് ഇത് ഓർമ്മിപ്പിക്കുന്നു. സെറാഫുകളോടൊപ്പം പരിശുദ്ധൻ എന്ന് പാടാൻ നാം ഇപ്പോൾ തന്നെ വിശുദ്ധരാകേണ്ടതുണ്ട്. കർത്താവിൻ്റെ മഹത്വം ലോകം മുഴുവൻ നിറയുന്ന ആ നിമിഷത്തിനായി നാം ജാഗ്രതയോടെ കാത്തിരിക്കണം. നമ്മുടെ അധരങ്ങളെയും ഹൃദയത്തെയും ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കാൻ ഈ അധ്യായം പ്രേരിപ്പിക്കുന്നു. ആ സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാനുള്ള ഒരുക്കമാണ് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന. പ്രിയ സഹോദര സഹോദരി,
ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ വിനീത സമർപ്പണവുമാണ് ഏശയ്യ 6-ാം അധ്യായം നമുക്ക് ഓരോരുത്തർക്കും നൽകിയത്. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കരം നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പൂർണ്ണമായി പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ വിളിക്ക് ഇതാ ഞാൻ എന്നുത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ ആത്മീയമായ ഒരു പരിവർത്തനത്തിന് കാരണമാകട്ടെ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കെപ്പോഴും ആനന്ദിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.